നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ എക്സ്ട്രിമിറ്റീസ് ഓഫ് വൺ എൻഡ് എ ഓഫ് എ ലൈൻ ഈസ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആൻഡ് 15 mm എബോവ് എച്ച് പി. അപ്പോ എക്സ്ട്രിമിറ്റീസ് ഓഫ് വൺ എൻഡ് എ ഓഫ് എ ലൈൻ എന്ന് പറയുന്നത് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പിയും 15 mm എബോവ് എച്ച് പിയും ആണ്. അപ്പം ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ, ചെറിയ ഒരു വ്യത്യാസം, ആ ക്വസ്റ്റ്യന്റെ ഒരു മോഡുലേഷനിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് വായിച്ചു നോക്കിയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാം. തിയറട്ടിക്കൽ ബേസ് നമുക്ക് ക്ലിയർ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ആ ആൻസർ മേക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എക്സ്ട്രിമിറ്റീസ് ഓഫ് വൺ എൻഡ് എ ഓഫ് എ ലൈൻ ഈസ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആൻഡ് 15 mm എബോവ് എച്ച് പി. അപ്പൊ അത് നമുക്ക് അങ്ങ് വരയ്ക്കാം. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. അതുപോലെ തന്നെ 15 mm എബോവ് എച്ച് പി ആണ്. ഇപ്പം പ്രോബ്ലം ഒന്നുമില്ല. എ ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ വരും, 15 വരും. എ എന്ന് പറയുന്നത് ഇവിടെ വരും, 20 വരും. ഓക്കെ, നമുക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. വൈൽ ദ അതർ എൻഡ് ബി ഓഫ് ദ ലൈൻ ഈസ് 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആൻഡ് 30 mm എബോവ് എച്ച് പി. ഓക്കെ, അപ്പൊ ഇവിടെ വേറൊരു പോയിന്റും കൂടെ ഉണ്ട്. ആ പോയിന്റ് ബി ആണ്. അതെന്ന് പറയുന്നത് എത്രയിലാണ്? 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. ആൻഡ് 30 mm എബോവ് എച്ച് പി ആണ്. 30 mm എബോവ് എച്ച് പി ആണ്. ഓക്കെ, അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ് ഓഫ് ദ ലൈൻ വെൻ മെഷേർഡ് പാരലൽ ടു ദ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എച്ച് പി ആൻഡ് വി പി ഈസ് 50 mm, ഡ്രോ ദ പ്രൊജക്ഷൻ ആൻഡ് മെഷർ ദ ലെങ്ത് ഓഫ് ദ ഫ്രണ്ട് ആൻഡ് ദ ടോപ്പ് വ്യൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ക്വസ്റ്റ്യൻ ഇച്ചിരി വലുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ചൊന്നുമില്ല, ഈസിയാണ്. അപ്പം എ ഡാഷ് എ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പൊ എക്സ് വൈ ഞാൻ വരയ്ക്കുന്നു, എക്സ് വൈ ലൈൻ വരയ്ക്കുന്നു. എ ഡാഷ് എന്ന് പറയുന്നത് എവിടെ വരും? എ ഡാഷ് എന്ന് പറയുന്നത് കുറച്ച് താഴോട്ടിറക്കി വരയ്ക്കാം. എ ഡാഷ് എന്ന് പറയുന്നത് 15 വരും. എ എന്ന് പറയുന്നത് 20 വരും. അപ്പൊ എ ഡാഷ് 15 വരും. അതുപോലെ തന്നെ എ എന്ന് പറയുന്നത് 20 വരും. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ് ഓഫ് ദ ലൈൻ വെൻ മെഷേർഡ് പാരലൽ ടു ദ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എച്ച് പി ആൻഡ് വി പി ഈസ് 50 mm. ഇതിന് പാരലായിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് മെഷർ ചെയ്താൽ ഇതിന്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നത് 50 mm ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് 50 mm ഡിസ്റ്റൻസിൽ അടുത്ത എൻഡ് പ്രൊജക്ടർ വരയ്ക്കാം. അപ്പൊ ഇതിന് ഈ രണ്ട് എൻഡ് പ്രൊജക്ടേഴ്സിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 50 mm ആയിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ രണ്ട് ലൈൻസിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് 50 mm എൻഡ് പ്രൊജക്ടർ കിട്ടി. ഈ ഒരു ലൈനിൽ നിന്ന് 50 mm എടുത്ത് കുത്തിട്ടതിന് ശേഷം നമ്മൾ വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ നമുക്ക് എൻഡ് പ്രൊജക്ടർ കിട്ടി. ഇതിനകത്ത് നമുക്ക് ബി മാർക്ക് ചെയ്യാം. ബി ഡാഷ് എവിടെ വരും? ബി ഡാഷ് എന്ന് പറയുന്നത് മേളിൽ വരും, 30 വരും. ബി എന്ന് പറയുന്നത് താഴെ 25 വരും. അപ്പൊ ബി എന്ന് പറയുന്നത് താഴെ 25 വരും. അപ്പൊ ഇപ്പൊ എല്ലാ പോയിന്റും ആയി. ഇതിനകത്ത് നമുക്ക് വേറെ സസ്പെൻസ് ഒന്നും ഇല്ല. അപ്പൊ എ ഡാഷ് ബി ഡാഷ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് വ്യൂ ആയി. എ ബി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് വ്യൂ ആയി. നമുക്ക് നോക്കാം. ഇപ്പൊ എ ഡാഷ് ബി ഡാഷിനെ ഞാൻ ജോയിൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫ്രണ്ട് വ്യൂ കിട്ടി. എ ബി ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ടോപ്പ് വ്യൂവും കിട്ടി. ഡ്രോ ദ പ്രൊജക്ഷൻ ആൻഡ് മെഷർ ദ ലെങ്ത് ഓഫ് ദ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. അപ്പൊ ഈ എ ബിയുടെ ലെങ്ത് നിങ്ങൾ എത്രയുണ്ടെന്ന് സ്കെയിൽ വെച്ച് നോക്കുക. അതാണ് ടോപ്പ് വ്യൂവിന്റെ ലെങ്ത്. എ ഡാഷ് ബി ഡാഷിന്റെ ലെങ്ത് എത്രയുണ്ടെന്ന് സ്കെയിൽ വെച്ച് നോക്കുക. അതാണ് ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത്. അത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പൊ അത് തന്നെയാണോ വരച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ അത് തന്നെയാണ് വരച്ചിരിക്കുന്നത്. എങ്ങനെയാ വരച്ചിരിക്കുന്നത്? അപ്പം എ ഡാഷ് എന്ന് പറയുന്നത് 15 എടുക്കുന്നു, എ എന്ന് പറയുന്നത് 20 എടുക്കുന്നു, എക്സ് വൈ ലൈൻ വരച്ചിരിക്കുന്നു. ഇനി എ ഡാഷ് ബി ഡാഷ് വരുന്ന പ്ലെയിൻ വെർട്ടിക്കൽ പ്ലെയിനും എ ബി വരുന്ന പ്ലെയിൻ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ പ്ലെയിനുമാണ്. ഇവിടെ നമുക്ക് ബി ഡാഷ് എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസിലാണ്? ബി ഡാഷ് 30 ബി 25 ആണ്. അപ്പൊ ബി ഡാഷ് 30 ബി 25 മാർക്ക് ചെയ്യുന്നു. എൻഡ് പ്രൊജക്ടേഴ്സിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 50 ആണ്. അപ്പൊ എ കിട്ടി, ബി കിട്ടി, ജോയിൻ ചെയ്താൽ എ ബി ആവും. അതുപോലെ തന്നെ എ ഡാഷ് കിട്ടി, ബി ഡാഷ് കിട്ടി. ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും കിട്ടും. അപ്പൊ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ്. എ ബി എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് വ്യൂ ആണ്. എ ഡാഷ് ബി ഡാഷ് നിങ്ങൾക്ക് ഡിസ്റ്റൻസ് അളന്ന് നോക്കാം. 26 ആണ് നമുക്ക് കിട്ടുക. എ ബിയുടെ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് അളന്ന് നോക്കാം. 25 ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഫിഗർ വരച്ചതിന് ശേഷം നിങ്ങൾക്ക് സ്കെയിൽ വെച്ചിട്ട് എത്രയാണ് ഡിസ്റ്റൻസ് ഉള്ളതെന്ന് നോക്കിയിട്ട് എടുത്ത് എഴുതാം. അപ്പൊ ഇവിടെ
ഇവിടുത്തെ ആംഗിള് A', B' ആംഗിള് ആൽഫയാണ്. അപ്പൊ ഇത് നമ്മൾ ഹൊറിസോണ്ടലുമായിട്ട് മെഷർ ചെയ്തപ്പോൾ 16.5 ഡിഗ്രീസ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് ആംഗിൾ മാർക്ക് ചെയ്യാം. ആംഗിൾ നമുക്ക് ബീറ്റ ആയിട്ട് എടുക്കാം. ബീറ്റ അവരിവിടെ മെഷർ ചെയ്തിട്ടില്ല, പക്ഷെ ഇത് ഈക്വൽ ഡിസ്റ്റൻസസ് അല്ല. ഇത് 20യും ഇത് 25ഉം ആയതുകൊണ്ട് ദർ വിൽ ബി ആൻ ആംഗിൾ ബീറ്റ. ഇതിന്റെ വാല്യൂ കുറവായിരിക്കും. ഇതിപ്പോ ഡബിൾ ഡിസ്റ്റൻസസ് ആണ്, അപ്പൊ അതുകൊണ്ട് 16.5 വരും. അപ്പൊ ഇത് ഓൾമോസ്റ്റ് 10നേക്കാളും താഴെയുള്ള ഒരു വാല്യൂ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ നമുക്ക് ബീറ്റയുടെ വാല്യൂവും കൂടെ നിങ്ങൾക്ക് പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്തിട്ട് എത്രയാണെന്നുള്ളത് ഇവിടെ എടുത്ത് എഴുതാം. അപ്പം A', B' ലെങ്ത് എഴുതുന്നു, AB ലെങ്ത് എഴുതുന്നു, അതുപോലെ തന്നെ ആൽഫ മെഷർ ചെയ്ത് നമ്മൾ എഴുതുന്നു, അതുപോലെ തന്നെ ബീറ്റ മെഷർ ചെയ്ത് എഴുതുന്നു. അപ്പൊ ആ പ്രോബ്ലം നമുക്ക് ഫിനിഷ് ആവുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. So a point A is 40 mm below HP and 30 mm behind VP. ബിലോയും ബിഹൈൻഡും ആണ്. അപ്പൊ തേർഡ് ക്വാഡ്രന്റ് ആണ് വരിക. അപ്പൊ ടോപ്പ് വ്യൂ നമുക്ക് മേളിലും പോവും, ഫ്രണ്ട് വ്യൂ നമുക്ക് താഴെയും കിട്ടും. അപ്പൊ അതാണ് ക്വാഡ്രന്റ് 3യുടെ പ്രത്യേകത. അപ്പം ഈ പോയിന്റ് എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കാം. ഇറ്റ് ഈസ് 40 mm below HP and 30 mm behind VP ആണ്. എ എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പൊ തന്നെ നമുക്ക് പെട്ടെന്ന് മാർക്ക് ചെയ്ത് പോവാം. A' എന്ന് പറയുന്നത് ഇവിടെ വരും 40, A എന്ന് പറയുന്നത് 30 കറങ്ങി മേളിൽ പോവും. ഡിസ്റ്റൻസിലൊന്നും മിസ്റ്റേക്ക് വരരുത്. അപ്പൊ അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ശ്രദ്ധിച്ച് അപ്പൊ തന്നെ എഴുതി പോകണം. അപ്പൊ പോയിന്റ് എ 40 mm ബിലോ HP ആണ്, നമ്മളത് വരച്ചു. 30 mm ബിഹൈൻഡ് VP നമ്മൾ വരച്ചു. പോയിന്റ് ബി ഈസ് 15 mm എബോവ് HP ആൻഡ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. അപ്പൊ പോയിന്റ് ബി എന്ന് പറയുന്നത് ക്വാഡ്രന്റ് 1ലാണ് അല്ലേ? പോയിന്റ് ബി എവിടെയാണ് വരുന്നത്? ക്വാഡ്രന്റ് 1ലാണ്. അത് കിടക്കുന്നത് 15 mm എബോവ് HP ആണ്. 15 mm എബോവ് HP ആണ് ആൻഡ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. VPയുടെ ഫ്രണ്ടിൽ 30 mm അപ്പൊ അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അപ്പൊ നമുക്ക് B' ന്യായമായിട്ട് ഇവിടെ വരണം, 15ൽ വരണം. ബി എന്ന് പറയുന്നത് താഴെ വരണം. എത്രയിൽ വരണം? 30ൽ വരണം. അപ്പം 15ല് B' മേളിലും അതുപോലെ തന്നെ 30ല് B താഴെയുമായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്രൊജക്ടേഴ്സ് ഓഫ് A ആൻഡ് B 60 mm ആണ് തന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ടോപ്പ് വ്യൂ ആസ് ഇൻ ദി ഫ്രണ്ട് വ്യൂ ഓഫ് VP? ഇത് എളുപ്പമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ് 60 തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ XY ലൈൻ വരയ്ക്കുന്നു. XY ലൈൻ വരച്ചതിന് ശേഷം 2 എൻഡ് പ്രൊജക്ടേഴ്സ് വരയ്ക്കുന്നു. ഈ എൻഡ് പ്രൊജക്ടേഴ്സിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 ആണ്. അപ്പൊ അത് നമ്മൾ മെഷർ ചെയ്ത് ലൈൻസ് വരച്ചതിന് ശേഷം നമ്മുടെ ഡയമെൻഷൻ ലൈനും കൂടി വരയ്ക്കുന്നു. A മേളിലാണ്, A മേളില് 30ലാണ്. അതുപോലെ തന്നെ A' എന്ന് പറയുന്നത് താഴെയാണ്, 40ലാണ്. A' താഴെ 40ലാണ്. ഇനി ഇവിടെ B' 15ല് മേളിലാണ്. B' ഇവിടെയാണ്, 15ല് മേളിലാണ്. B എന്ന് പറയുന്നത് 30ല് താഴെയാണ്. B 30 താഴെയാണ്. അപ്പം A 30 മേളിലാണ്. ഒന്നുകൂടെ വെരിഫൈ ചെയ്യാം. A' 40 താഴെയാണ്. B' 15 മേളിലാണ്. B എന്ന് പറയുന്നത് 30 താഴെയാണ്. അപ്പൊ ഇത് ക്രോസ് ചെയ്യും, വ്യൂസ് ക്രോസ് ചെയ്യും. ഇത് AB എന്ന് പറയുന്ന ടോപ്പ് വ്യൂവും ഇത് A', B' എന്ന് പറയുന്ന ഫ്രണ്ട് വ്യൂ ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ടോപ്പ് വ്യൂ എന്നാണ് ചോദ്യം. അപ്പൊ ഈ ABയുടെ ലെങ്ത് നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്ത് അളന്നിട്ട് എടുത്തെഴുതണം. അപ്പൊ അതോടുകൂടി നമ്മുടെ പ്രോബ്ലം തീരും. അപ്പൊ അങ്ങനെ ക്രോസ് ചെയ്യുന്ന രീതിയിലാണോ ലൈൻ കിട്ടുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ക്രോസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ലൈൻ കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 30, 40യും ഇവിടെ നമുക്ക് 15, 30യും ആണ്. അപ്പൊ ഇവിടെ 30 ആണ്, 40 ആണ്. അതുപോലെ തന്നെ ഇവിടെ 15 ആണ്, 30 ആണ്. XY ലൈനാണ് നമ്മൾ ഈ നടുക്ക് വരച്ചിരിക്കുന്നത്. A കിട്ടുന്നു, B കിട്ടുന്നു. അപ്പൊ AB എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് വ്യൂ ആണ്. A', B' എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ്. കണ്ടല്ലോ നിങ്ങൾ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നത് 60 ആണ്. ഇനി നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എടുത്ത് എഴുതാം. അതായത് AB എന്ന് പറയുന്ന ലെങ്ത്, ടോപ്പ് വ്യൂ അല്ലേ അവർ ചോദിച്ചിരിക്കുന്നത്. ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ടോപ്പ് വ്യൂ എന്നാണ് ചോദ്യം. അപ്പൊ ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് നിങ്ങൾക്ക് അളന്നിട്ട് ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് എടുത്ത് എഴുതാം. അപ്പൊ ഇവരിവിടെ അതിന്റെ PB എന്ന് പറയുന്ന ഒരു ലെങ്ത് ആണ് എഴുതിയിരിക്കുന്നത്. അതല്ല ആക്ച്വലി ചോദിച്ചിരിക്കുന്നത് AB എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ടോട്ടൽ ലെങ്ത് വേണം നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്ത് മെഷർ ചെയ്തതിന് ശേഷം AB is equal to എന്ന് പറഞ്ഞിട്ട് അത് എഴുതി വെക്കണം. അപ്പൊ ഈ ഒരു എൻഡ് ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത്? ഈ ഒരു എൻഡ് തേർഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. അതേസമയം ഈ എൻഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലുമാണ് വരുന്നത്. അപ്പൊ അതുകൂടി ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഈ എൻഡ് എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. ഈ എൻഡ് എന്ന് പറയുന്നത്
അടുത്ത നെക്സ്റ്റ് എൻഡ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന എൻഡ് വരുന്നത് ഏത് ക്വാഡ്രന്റിലാണ്? ബി ഈസ് 15 mm എബോവ് HP ആൻഡ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. അപ്പൊ ബി വരുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്, സെക്കൻഡ് ക്വാഡ്രന്റ് അല്ല. ബി വരുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അപ്പം എയും എ ഡാഷും നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നു, ബിയും ബി ഡാഷും പ്രൊജക്ട് ചെയ്യുന്നു. എൻഡ് പ്രൊജക്ടേഴ്സിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് 60 ആണ്. എ ബി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ കിട്ടുന്നു, എ ഡാഷ് ബി ഡാഷ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടുന്നു. ഇത്രയും മനസ്സിലായല്ലോ. അപ്പം ഇതൊക്കെ സ്കെയിൽ യൂസ് ചെയ്ത് വരയ്ക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ നിങ്ങൾക്കുള്ളൂ. എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ A to Z നിങ്ങൾക്ക് പറഞ്ഞു തന്നു പോവുകയാണ്. ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ ലാർജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും എന്തെങ്കിലും ഒരു വാല്യൂ ഡിഫറൻസോ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഡിഫറൻസോ വന്നാലും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഒരു കാരണവശാലും മിസ്സാവേണ്ടതല്ല. ഏത് ക്വസ്റ്റ്യൻ ഇതിനകത്ത് നിന്നൊക്കെ ചോദിച്ചാലും നമുക്കത് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എ ലൈൻ AB മെഷറിംഗ് 70 mm ആണ്. ആൻഡ് ഇറ്റ്സ് NDA എന്ന് പറയുന്നത് 15 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് 20 mm എബോവ് HP ആണ്. നമുക്ക് അതങ്ങ് വരയ്ക്കാം. അപ്പൊ തന്നിരിക്കുന്നതനുസരിച്ച് വരയ്ക്കാം. അപ്പോൾ ക്വാഡ്രന്റ് 1 അത് തന്നിരിക്കുന്നത് NDA. ലൈനിന്റെ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 70 ആണ് തന്നിരിക്കുന്നത്. മെഷറിംഗ് 70 mm ആണ്. ഹാസ് ഇറ്റ്സ് NDA 15 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. 15 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. ഞാനിത് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങളും ചെയ്ത് ശീലിച്ചോണം. അതുപോലെ തന്നെ 20 mm എബോവ് HP ആണ്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. ലൈൻ NDA 15 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. അതുപോലെ തന്നെ 20 mm എബോവ് HP ആണ്. അപ്പം എ ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ കിട്ടും, 20 കിട്ടും. എ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടും, എത്രയിൽ കിട്ടും? 15 കിട്ടും. 15 കിട്ടും. ഓക്കെ. ഇനി അതർ എൻഡ് ബി ഈ 60 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് 50 mm എബോവ് HP. അപ്പൊ അടുത്ത ബി എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? ബി എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? ഇറ്റ് ഈസ് 60 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. 60 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് 50 mm എബോവ് HP ആണ്. 50 mm എബോവ് HP. അപ്പൊ ബി ഡാഷ് എവിടെ കിട്ടും? 50 മേളിൽ കിട്ടും. ബി എന്ന് പറയുന്ന എവിടെ കിട്ടും? 60 താഴെ കിട്ടും. ഓക്കെ. ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് ദ ലൈൻ ആൻഡ് ഫൈൻഡ് ദ ഇൻക്ലിനേഷൻസ് ഓഫ് ദ ലൈൻ വിത്ത് ബോത്ത് ദ റഫറൻസ് പ്ലെയിൻസ് ഓഫ് പ്രൊജക്ഷൻ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ലൈൻ AB മെഷറിംഗ് 70 mm ആണ്. ഹാസ് ഇറ്റ്സ് NDA 15 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് 20 mm എബോവ് HP. അപ്പം ഇതിനകത്തൊരു പ്രോബ്ലം ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന പോയിന്റിന്റെ പ്രൊജക്ഷൻസ് അവർ തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന പോയിന്റിന്റെ പ്രൊജക്ഷൻസ് അവർ തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ് തന്നിട്ടില്ല. പകരം ലൈനിന്റെ ട്രൂ ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ് തന്നിട്ടില്ല. പകരം എന്ത് തന്നിരിക്കുന്നു? ആ ലൈനിന്റെ ട്രൂ ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 2 രീതികളിൽ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കിത് 2 രീതിയിൽ ചെയ്യാം. ഇത് നമുക്ക് റൊട്ടേറ്റിംഗ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് പ്ലെയിൻ മെത്തേഡാണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇപ്പൊ ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? 2 സൈഡിലെയും ട്രൂ ലെങ്തേ നമുക്ക് വരയ്ക്കാൻ പറ്റൂ. ആ ട്രൂ ലെങ്ത് വരയ്ക്കാനാണെങ്കിൽ നമ്മുടെ കയ്യിൽ അവർ ഇൻക്ലിനേഷൻസ് തന്നിട്ടില്ല. അപ്പം ഇൻക്ലിനേഷൻസ് തന്നിട്ടില്ല, അതൊരു കാര്യം. പിന്നെ രണ്ടാമത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ് തന്നിട്ടില്ല. നമ്മുടെ 2 എൻഡ് പ്രൊജക്ടേഴ്സിന്റെ ഗ്യാപ്പ്, അതിനിടക്കുള്ള ഗ്യാപ്പ് അവർ തന്നിട്ടില്ല. അപ്പൊ നമുക്കിത് റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്ത് വരയ്ക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ മെത്തേഡ് ഏതാണ്? റൊട്ടേറ്റിംഗ് പ്ലെയിൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്തും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വരയ്ക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഞാനിപ്പം ഈ റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്ത് വരയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ അതെങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഏതൊക്കെയാണ് മെത്തേഡ്സ് എന്ന് എല്ലാവരും ഒന്നുകൂടെ പറഞ്ഞേ. ഏതൊക്കെയാണ് മെത്തേഡ്സ്? 2 മെത്തേഡ്സ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് പ്ലെയിൻ മെത്തേഡാണ്. അപ്പൊ നമുക്ക് ഒരു സൈഡില് എൻഡ് പ്രൊജക്ടേഴ്സ് അങ്ങ് വരയ്ക്കാം. അപ്പൊ XY ലൈൻ ഞാൻ വരയ്ക്കുന്നു, ഒരു സൈഡിൽ എൻഡ് പ്രൊജക്ടേഴ്സ് വരയ്ക്കുന്നു. അപ്പൊ എ ഡാഷും എയും മാർക്ക് ചെയ്യാം. എ ഡാഷ് 20-ലാണ്, എ എന്ന് പറയുന്നത് 15-ലാണ് ആണല്ലോ. ഇനി എനിക്ക് അറിയാവുന്നത് ബി ഡാഷിന്റെ ലോക്കസ് അറിയാം. ബി ഡാഷിന്റെ ലോക്കസ് എന്ന് പറയുന്നത് 50 മേളിലാണ്. പോസിബിലിറ്റിയാണ്, ഇതിലേതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും ബി ഡാഷ് കിടക്കുക. അപ്പൊ ബി ഡാഷിന്റെ ലോക്കസ് ഞാൻ വരയ്ക്കുന്നു. എത്ര മേളില്? 50 മേളില്. ബിയുടെ ലോക്കസ് ഞാൻ വരയ്ക്കുന്നു. അപ്പൊ അത് എത്രയിലാണ് വരയ്ക്കുന്നത്? 60-ലാണ് വരയ്ക്കുന്നത്. അത് ബിയുടെ ലോക്കസ് ആണ്. അപ്പൊ ഇങ്ങനെയാണ്
നമ്മുടെ ഫിഗർ ഇപ്പൊ കിടക്കുന്നത്. അപ്പം എ ഡാഷ് 20 മേളിലാണ്, എ 15 താഴെയാണ്, ബി ഡാഷ് 50 മേളിലാണ്. അപ്പൊ അതുകൊണ്ട് ബി ഡാഷിന്റെ XY ലൈനിന് പാരലായിട്ട് 50 ഹൈറ്റ് എടുത്തതിന് ശേഷം ഞാൻ ബി ഡാഷിന്റെ ഒരു ലോക്കസ് വരയ്ക്കുന്നു. അതുപോലെ തന്നെ XY ലൈനിന് പാരലായിട്ട് താഴേക്ക് 60 എടുത്തതിന് ശേഷം ഞാൻ ബിയുടെ ലോക്കസ് വരയ്ക്കുന്നു. ട്രൂ ലെങ്ത് 70 ആണ്. അപ്പോൾ ഒരു കാര്യം ചെയ്ത് നമുക്ക് കോമ്പസിൽ 70 എടുക്കാം. കോമ്പസിൽ 70 എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നു. എ ഡാഷിൽ കുത്തി എന്തിൽ കട്ട് ചെയ്യുന്നു? ബി ഡാഷിന്റെ ലോക്കസിൽ കട്ട് ചെയ്യുന്നു. അപ്പൊ ഇത് ട്രൂ ലെങ്ത് ആണ്. ഓക്കെ, അപ്പം ട്രൂ ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത്? 70 ആണ് തന്നിരിക്കുന്നത്. അപ്പം എത്ര? 70 അല്ലേ? ട്രൂ ലെങ്ത് 70 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഞാനിത് ട്രൂ ലെങ്ത് ആയതുകൊണ്ട് തന്നെ എ ഡാഷ് B1 ഡാഷ് എന്ന് പേര് കൊടുക്കുന്നു. എ ഡാഷ് B1 ഡാഷ്. നിങ്ങൾ ഓർത്തോണം, ഇനി മുതൽ നമ്മൾ ട്രൂ ലെങ്ത് ഒക്കെ ഇങ്ങനെയാണ് പേര് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡില് ഞാൻ ഇതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോ എയുടെ ലോക്കസും കൂടെ ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ശ്രദ്ധിച്ചോണം, എയുടെ ലോക്കസും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എ ഡാഷിൽ കുത്തി 70 mm ബി ഡാഷിന്റെ ലോക്കസിൽ കട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ട്രൂ ലെങ്ത് കിട്ടിയത്. അപ്പൊ റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലെ ട്രൂ ലെങ്ത് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് മറ്റേ സൈഡിലെ വ്യൂ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ മേളിലെ ട്രൂ ലെങ്ത് താഴേക്ക് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് വ്യൂ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ താഴത്തെ താഴെ ട്രൂ ലെങ്ത് ഉണ്ടെങ്കിൽ അത് മേളിലോട്ട് റൊട്ടേറ്റ് ചെയ്താലും നമുക്ക് വ്യൂ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് നോക്ക്. ഞാൻ ഈ B1 ഡാഷിന്റെ പോയിന്റ് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. എയിൽ കുത്തി കോമ്പസ് റൊട്ടേറ്റ് ചെയ്യുന്നു. എയിൽ കുത്തിയതിനു ശേഷം കോമ്പസ് റൊട്ടേറ്റ് ചെയ്തിട്ട് ബിയുടെ ലോക്കസിനെ കട്ട് ചെയ്യുന്നു. ഇതാണ് AB എന്ന് പറയുന്ന ടോപ്പ് വ്യൂ. അപ്പൊ ഫ്രണ്ട് വ്യൂവിലെ ട്രൂ ലെങ്തിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവിടത്തെ ഇപ്പുറത്തെ സൈഡിൽ, അതായത് ടോപ്പ് വ്യൂവിന്റെ സൈഡിലെ ടോപ്പ് വ്യൂ കണ്ടുപിടിക്കാം. ഇനി ഞാൻ എയിൽ 70 എടുത്തിട്ട് ഇവിടെ കുത്തി കട്ട് ചെയ്യുന്നു വെക്കുക. അപ്പൊ ഇത് ട്രൂ ലെങ്ത് ആണ്, 70 ആണ്. എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് B1 ആണ്. B1 എന്ന് പറയുന്ന ട്രൂ ലെങ്ത് ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ എ ഡാഷിന്റെ ലോക്കസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. B1നെ എ ഡാഷിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. എ ഡാഷിന്റെ ലോക്കസിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. എ ഡാഷിൽ കുത്തി ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്താൽ അത് വന്നിട്ട് ബി ഡാഷിന്റെ ലോക്കസിനെ കട്ട് ചെയ്യുന്നു. ആ പോയിന്റ് എന്ന് പറയുന്നത് എന്റെ ട്രൂ ലെങ്ത് ആണ്. അത് എ ഡാഷ് ബി ഡാഷ് ആണ്. ഇത് രണ്ടും കൂടി ഒരൊറ്റ എൻഡ് പ്രൊജക്ടറിനകത്ത് കിടക്കും. എന്നുവെച്ചാൽ വ്യൂസ് എപ്പോഴും ഒരു ഒറ്റ എൻഡ് പ്രൊജക്ടറിനകത്തായിരിക്കും കിടക്കുക. അപ്പൊ ഇപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? രണ്ട് സൈഡിലും ട്രൂ ലെങ്തും കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ വ്യൂവും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ട്രൂ ലെങ്ത് ഉണ്ടായിരുന്നു. ട്രൂ ലെങ്ത് നമ്മൾ കട്ട് ചെയ്തു, അതിനെ ഡ്രോപ്പ് ചെയ്തു, താഴേക്ക് റൊട്ടേറ്റ് ചെയ്ത് കട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇവിടുത്തെ വ്യൂ കിട്ടി. ഇനി ടോപ്പ് വ്യൂവിന്റെ സൈഡിലെ ട്രൂ ലെങ്ത് നമ്മൾ വരച്ചു, അതിനെ ഫ്രണ്ട് വ്യൂവിലേക്ക് ഡ്രോപ്പ് ചെയ്തു. ഫ്രണ്ട് വ്യൂവിന്റെ ബി ഡാഷ് ലോക്കസിലേക്ക് നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്ത് കട്ട് ചെയ്തപ്പോൾ നമുക്ക് അവിടുത്തെ വ്യൂവും കിട്ടി. അപ്പോൾ വ്യൂസ് ഇതിപ്പോ നിങ്ങൾ വരച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ടാണോ കിട്ടിയിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ട് എൻഡ് പ്രൊജക്ടേഴ്സ് രണ്ട് സൈഡിൽ വരച്ചു നോക്കിയാൽ മതി. നമ്മുടെ എൻഡ് പ്രൊജക്ടേഴ്സിന് ഇടയ്ക്കാണ് രണ്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എൻഡ് പ്രൊജക്ടേഴ്സ് തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് എങ്കിൽ അത് പെർഫെക്റ്റ് വ്യൂ തന്നെയാണ്. അപ്പം AB എന്ന് പറയുന്ന വ്യൂവും എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന വ്യൂവും കറക്റ്റ് ആയിട്ട് രണ്ട് എൻഡ് പ്രൊജക്ടേഴ്സിനെ ടച്ച് ചെയ്ത് തന്നെ നിൽക്കും. അപ്പൊ ഇതിന്റെ ഒറിജിനൽ ഫിഗർ നമുക്കൊന്ന് നോക്കാം, എങ്ങനെയാണ് അവർ വരച്ചിരിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്ക്, എ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് അവർ മാർക്ക് ചെയ്തിരിക്കുന്നു. എത്രയിൽ മാർക്ക് ചെയ്തു? 20ൽ മാർക്ക് ചെയ്തു. എ എന്ന് പറയുന്ന പോയിന്റ് 15ൽ മാർക്ക് ചെയ്തു. ഞാൻ വരച്ചിരിക്കുന്നത് തന്നെയാണ് വരച്ചിരിക്കുന്നത്. എ ഡാഷ് 20ൽ, എ 15ൽ XY ലൈൻ വരച്ചു. എ ഡാഷ് 20ൽ മാർക്ക് ചെയ്തു, എ 15ൽ മാർക്ക് ചെയ്തു. എന്നിട്ട് റേഡിയസ് ബി ഡാഷിന്റെ ലോക്കസ് എവിടെ വരയ്ക്കുന്നു? ബി ഡാഷിന്റെ ലോക്കസ് 50ൽ വരയ്ക്കുന്നു. ബിയുടെ ലോക്കസ് 60ൽ വരയ്ക്കുന്നു. B1 B2 എന്നോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രൂ ലെങ്ത് B1 എന്നും വ്യൂ
ശരിക്കും ബി എന്നോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ട്രൂ ലെങ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ എ ബി ക്യാപിറ്റൽ എ ഡാഷ് ബി ഡാഷ് എന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് വ്യൂ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എ ഡാഷ് ബി ഡാഷ് എന്നും എ ബി എന്നും മാർക്ക് ചെയ്യാം. അപ്പൊ 50 വെച്ചിട്ട് അത് ഇവിടെ വരച്ചു, അതിന്റെ ലോക്കസ് വരച്ചു. അതുപോലെ തന്നെ 60 വെച്ചിട്ട് ഇവിടെ നിങ്ങൾ ഇവിടെ ലോക്കസ് വരച്ചു. റേഡിയസ് കോമ്പസിൽ 70 എടുക്കുന്നു. കോമ്പസിൽ നമ്മൾ 70 റേഡിയസ് എടുത്തുകൊണ്ട് എ ഡാഷിൽ കുത്തി ഇവിടെ കട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ട്രൂ ലെങ്ത് കിട്ടുന്നു. അതേപോലെ തന്നെ ഇവിടെ കുത്തിയും ഇവിടെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് R70 അതാണ് നമ്മുടെ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത്. ഈ R70 കിടന്ന് R70 കട്ട് ചെയ്യുന്നില്ലേ, അതാണ്ട് ഈ ഒരു കട്ട് ചെയ്യുന്ന ലൈൻ, ഈ ഒരു ലൈനാണ് ട്രൂ ലെങ്ത്. ഇവിടത്തത് മായ്ക്കാം, കൺഫ്യൂഷൻ വേണ്ട. അതുപോലെ റേഡിയസ് കാണിച്ചേക്കുവാണ്, റേഡിയസ് ഡയമെൻഷൻ ചെയ്തേക്കുവാണ്. ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് ഈ ലൈനാണ്, കണ്ടോ? അപ്പൊ ഇവിടത്തെ ട്രൂ ലെങ്ത് നോക്ക്. ഇവിടത്തെ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ് ട്രൂ ലെങ്ത്. ആ ട്രൂ ലെങ്തിനെ നമ്മൾ ഈ ലോക്കസിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു, കണ്ടോ? എന്നിട്ട് ഇവിടെ കോമ്പസ് കുത്തി റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വ്യൂ കിട്ടുന്നു. ഇനി ഇവിടെ നമുക്കൊരു ട്രൂ ലെങ്ത് ഉണ്ട്. ഈ ട്രൂ ലെങ്തിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ കോമ്പസ് കുത്തി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടത്തെ വ്യൂ കിട്ടുന്നു. അപ്പൊ ഈ വ്യൂ നിങ്ങൾ നോക്കിക്കേ. നമ്മൾ വ്യൂ വരച്ചു കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് ഈ വ്യൂ നമ്മുടെ എൻഡ് പ്രൊജക്ടറിനകത്ത് കിടക്കണം. അപ്പൊ ഞാനിപ്പോ വരച്ചിരിക്കുന്ന, ഞാനത് കളർ മാറ്റി വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഒരു എൻഡ് പ്രൊജക്ടർ, കണ്ടോ? ഇതാണ് നമ്മുടെ ഒരു എൻഡ് പ്രൊജക്ടർ. അതുപോലെ നമ്മുടെ മറ്റേ എൻഡ് പ്രൊജക്ടർ എന്ന് പറയുന്നത് ഇതാണ്. എ ഡാഷ് എ കിടക്കുന്ന ലൈനാണ് എൻഡ് പ്രൊജക്ടർ. നമ്മൾ ഫിഗർ വരച്ച് ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മുടെ എൻഡ് പ്രൊജക്ടേഴ്സിന് ഇടയ്ക്ക് നമ്മുടെ വ്യൂസ് കിടക്കണം. അപ്പൊ ഇവിടത്തെ നമ്മുടെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഏതാണ്? ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ് എ ബി, കണ്ടോ? ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ എ ബി. ഇനി ഇവിടത്തെ നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ഫ്രണ്ട് വ്യൂ ഇതാണ്. മനസ്സിലായോ? ഇനി ട്രൂ ലെങ്തുകൾ ഏതാണ്? നമ്മൾ രണ്ട് സൈഡിലും ട്രൂ ലെങ്തുകൾ വരച്ചാൽ ട്രൂ ലെങ്തുകൾ എന്ന് പറയുന്നത് ഇതാണ്. ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്. ഈ സൈഡിലെ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്, അത് 70 ആണ്. ഈ സൈഡിലെ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്, അതും 70 ആണ്. അപ്പൊ ട്രൂ ലെങ്തുകൾ രണ്ട് സൈഡിലും 70 ആയിരിക്കും. വ്യൂസ് നമുക്കിപ്പം ഡ്രോപ്പ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കിട്ടുമ്പോഴാണ് നമുക്ക് വ്യൂ കിട്ടുക. വ്യൂവിന്റെ ലെങ്തുകൾ ഡിഫറെന്റ് ആയിരിക്കും. ടോപ്പ് വ്യൂവിന്റെ ലെങ്തും അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്തും നമുക്ക് ഡിഫറെന്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഫ്രണ്ട് വ്യൂവിന്റെ ഇൻക്ലിനേഷൻ നമുക്ക് തീറ്റ ആയിട്ട് എടുക്കാം. തീറ്റ മെഷർ ചെയ്തിട്ട് ഇവിടെ എടുത്ത് എഴുതാം. അതുപോലെ തന്നെ ടോപ്പ് വ്യൂവിന്റെ ഇൻക്ലിനേഷൻ നിങ്ങൾക്ക് 5 ആയിട്ട് എടുക്കാം. 5ഉം നിങ്ങൾക്ക് മെഷർ ചെയ്ത് ഇവിടെ എടുത്ത് എഴുതാം. അപ്പൊ തീറ്റ ഈസ് ഈക്വൽ ടു 25 ഡിഗ്രീസ് എന്നും നമുക്ക് കിട്ടുന്നു. 5 ഈസ് ഈക്വൽ ടു 40 ഡിഗ്രീസ് എന്നും നമുക്ക് കിട്ടുന്നു. അപ്പൊ അത് നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വാല്യൂ കിട്ടുന്നത് ആ വാല്യൂ നിങ്ങൾ എടുത്ത് എഴുതുക. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇതേ ഡയമെൻഷൻസ് യൂസ് ചെയ്താണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീറ്റ ഈസ് ഈക്വൽ ടു 25 എന്നും അതുപോലെ തന്നെ 5 ഈസ് ഈക്വൽ ടു 40 എന്നുമാണ് നോർമലി കിട്ടേണ്ടത്. ഇതാണ് നമ്മുടെ ഫിഗർ. അപ്പൊ ഈ ഒരു മെത്തേഡിനെയാണ് റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു XY ലൈൻ വരച്ചാൽ മേളിൽ XY ലൈനിന് മേളിൽ നമുക്ക് ട്രൂ ലെങ്ത് ഉണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്ത് താഴേക്ക് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് ഇവിടുത്തെ വ്യൂ കിട്ടും. ഇനി XY ലൈനിന് താഴെയാണ് നിങ്ങളുടെ ട്രൂ ലെങ്ത് എങ്കിൽ ഇതിനെ മേളിലേക്ക് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം റൊട്ടേറ്റ് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് വ്യൂ കിട്ടണം. ഈ തിയറി നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, വ്യൂ ആണ് കിട്ടേണ്ടത്. ഓക്കെ, അതായത് നിങ്ങളിപ്പം ടോപ്പ് വ്യൂവിനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ടോപ്പ് വ്യൂവിലെ ട്രൂ ലെങ്തിനെ ആണ് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ കിട്ടും. അതുപോലെ ഫ്രണ്ട് വ്യൂ സൈഡിലെ ട്രൂ ലെങ്തിനെയാണ് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് വ്യൂ കിട്ടും. ഓക്കെ, അപ്പൊ ടോപ്പ് വ്യൂ സൈഡിലെ ട്രൂ ലെങ്തിനെ ഞാൻ എഴുതുന്നത് ചിലപ്പോൾ അത്ര ലെജിബിൾ ആയിരിക്കണമെന്നില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് നോട്ട് ചെയ്ത് എഴുതിക്കോണം. ഇല്ലെങ്കിൽ ഒന്നുകൂടെ ബാക്കിലേക്ക് വന്നിട്ട് ഒന്നും കൂടെ വെരിഫൈ ചെയ്തിട്ട് എഴുതിക്കോണം. അപ്പൊ ടോപ്പ് വ്യൂ സൈഡിലെ ട്രൂ ലെങ്ത് റൊട്ടേറ്റ് ചെയ്താൽ, അതായത് ടോപ്പ് വ്യൂ സൈഡിലെ ട്രൂ ലെങ്ത് അപ്പുറത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ് കിട്ടും. ഇനി ഫ്രണ്ട് വ്യൂ സൈഡിലെ ട്രൂ ലെങ്ത് ആണ് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്കിൽ അപ്പുറത്തെ സൈഡിൽ നമുക്ക് എന്ത് കിട്ടണം? ടോപ്പ് വ്യൂ കിട്ടണം. അപ്പൊ ഇവിടത്തെ ട്രൂ ലെങ്തിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു, നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ വ്യൂ കിട്ടി. ടോപ്പ് വ്യൂ സൈഡിലെ ട്രൂ ലെങ്തിനെ നമ്മൾ മേളിലേക്ക് ഡ്രോപ്പ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തു, അപ്പൊ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഫ്രണ്ട് വ്യൂ കിട്ടി. അപ്പൊ അങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. സോ ദിസ് ഈസ് ദ ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ലൈൻ എ ബി ആണ്, 65 mm ലോങ് ആണ്, ഹാസ് ഇറ്റ്സ് എൻഡ് എ 20 mm എബോവ് HP ആൻഡ് 25 mm ഇൻ ഫ്രണ്ട് ഓഫ് BP. അത് അപ്പൊ തന്നെ വരയ്ക്കാം. എൻഡ് എ എന്ന് പറയുന്നത് ഡിസ്റ്റൻസസ് എത്ര തന്നിരിക്കുന്നത്? 20 mm എബോവ് HP ആണ്, അതുപോലെ തന്നെ 25 mm ഇൻ ഫ്രണ്ട് ഓഫ് BP ആണ്. ഓക്കെ, അപ്പൊ എ ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ വരും 20-ൽ വരും, എ എന്ന് പറയുന്നത് ഇവിടെ വരും 25-ൽ വരും. അപ്പൊ അത് നമുക്ക് കിട്ടി. എൻഡ് ബി 40 mm എബോവ് HP ആണ്, 65 mm ഇൻ ഫ്രണ്ട് ഓഫ് BP ആണ്. അപ്പൊ എൻഡ് ബി ഉണ്ട്, ഇതാണ് എൻഡ് ബി, 40 mm എബോവ് HP ആണ്, 65 mm ഇൻ ഫ്രണ്ട് ഓഫ് BP ആണ്. അപ്പം 40 mm എബോവ് ദി HP ആണ്, 65 mm ഇൻ ഫ്രണ്ട് ഓഫ് BP ആണ്. ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് എ ആൻഡ് ബി ആൻഡ് മെഷർ ദ ലെങ്ത് ഓഫ് ദ ടോപ്പ് ആൻഡ് ഫ്രണ്ട് വ്യൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ട്രൂ ലെങ്ത് 65 mm ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു സൈഡില് ട്രൂ ലെങ്ത് വരയ്ക്കുക, മറ്റേ സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ രണ്ട് സൈഡിനെ റൊട്ടേറ്റ് ചെയ്യണമെന്നില്ല. കാര്യം ഒരു സൈഡിലെ ട്രൂ ലെങ്ത് നമ്മൾ മറ്റേ സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലെ വ്യൂ കിട്ടും. അപ്പൊ വ്യൂ കിട്ടിയാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എൻഡ് പ്രൊജക്ടറിന്റെ ലൈൻ കിട്ടി. കാര്യം അവിടുന്ന് നമുക്ക് XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് റൈറ്റ് സൈഡിലെ എൻഡ് പ്രൊജക്ടർ ആയിരിക്കും. അപ്പൊ ആ എൻഡ് പ്രൊജക്ടർ കിട്ടിയാൽ പിന്നെ അപ്പുറത്ത് എൻഡ് പ്രൊജക്ടറിലേക്ക് ലോക്കസിലേക്ക് നിങ്ങളത് ജോയിൻ ചെയ്താൽ മാത്രം മതിയാവും. അപ്പം ഓരോ ക്വസ്റ്റ്യനും ഞാൻ പഠിപ്പിക്കുന്നതിനോടൊപ്പം നിങ്ങൾ അത് വരച്ച് പഠിച്ച് സെറ്റായിട്ട് മുന്നോട്ട് വന്നാൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകുന്നതനുസരിച്ചിട്ട് ആ കോംപ്ലക്സിറ്റി നിങ്ങൾക്ക് കോപ്പപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇരുന്ന് കൺഫ്യൂഷൻ അടിക്കും. ഇപ്പൊ നിങ്ങൾ ഇവിടെ വരുന്ന സമയത്തും നിങ്ങൾക്ക് പോയിന്റിന്റെ പ്രൊജക്ഷൻ നിങ്ങൾ തറവാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരാൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ച് കൺഫ്യൂഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യമുള്ള ക്ലാസ്സുകൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്ത് കണ്ട് പഠിച്ച് വരച്ച് ഫിനിഷ് ചെയ്ത് മുന്നോട്ട് വരണം. ക്ലാസ്സുകൾ ഉഴപ്പി കണ്ടിട്ട് കാര്യമില്ല. കാര്യം ഇത് നിങ്ങൾ ആർക്കും വേണ്ടിയല്ല ചെയ്യുന്നത്. അച്ഛനോ അമ്മയ്ക്കോ എനിക്കോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ടീച്ചേഴ്സിന് വേണ്ടിയോ ഫ്രണ്ട്സിന് വേണ്ടിയോ അല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളിത് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെ വലിയ ബെനിഫിറ്റ് ഉള്ള ക്ലാസ്സുകളാണ്. ഇത് നിങ്ങൾക്ക് A to Z ആദ്യത്തെ ക്ലാസ് മുതൽ ലാസ്റ്റ് ക്ലാസ് വരെ നിങ്ങൾക്ക് ഇത് കാണാമെങ്കിൽ ഇതിനേക്കാളും കുറഞ്ഞ ഒരു ടൈമിൽ ഇതിനേക്കാളും ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഗ്രാഫിക്സ് പഠിക്കാൻ പറ്റില്ല. വലിയ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ഗ്രാഫിക്സ് പഠിക്കാൻ ഇറങ്ങുവാണെങ്കിൽ എപ്പോഴും നിങ്ങൾ ഒരു വട്ടം സപ്ലൈ അടിക്കുന്നതിനേക്കാളും ഫാർ ബെറ്റർ അല്ലേ, 10 times ബെറ്റർ ആണ് അത് നമ്മൾ ട്യൂഷൻ എടുത്തിട്ട് ആ ഒരു ടൈമിൽ തന്നെ പാസ്സാവുന്നത്. സോ ടേക്കിംഗ് എ ട്യൂഷൻ ഈസ് 10 times ബെറ്റർ ദാൻ വെയിറ്റിംഗ് ഫോർ എ സപ്ലിമെന്ററി. അപ്പൊ അതുകൊണ്ട് ഒരു സപ്ലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും 10 times ബെറ്റർ ആണ് ട്യൂഷൻ എടുത്തിട്ട് ആ സബ്ജക്ട് മാക്സിമം മാർക്കിൽ അപ്പൊ തന്നെ പാസ്സായി പോകുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്ക്, നമുക്ക് പോയിന്റ്സ് പ്രൊജക്ട് ചെയ്യാം. അപ്പൊ ഞാനിവിടെ XY ലൈൻ വരയ്ക്കുന്നു. XY ലൈൻ വരച്ചതിന് ശേഷം എ ഡാഷ് മാർക്ക് ചെയ്യുന്നു. എ ഡാഷ് എന്ന് പറയുന്നത് 20 മേളിലാണ്, എ എന്ന് പറയുന്നത് 25 താഴെയാണ്. അപ്പൊ അത് നമുക്ക് കിട്ടി. ഇനി ബിയുടെ ലോക്കസുകൾ നമുക്ക് വരയ്ക്കാം. ബി ഡാഷ് എന്ന് പറയുന്നത് ഇവിടെയാണ്, അത് 40-ലാണ്. ബി എന്ന് പറയുന്നത് ഇവിടെ വരും, അത് 65-ൽ വരും. അപ്പൊ ബി ഡാഷിന്റെ ലോക്കസ് എന്ന് പറയുന്നത് 40 മേളിലാണ്. അപ്പൊ 40 മേളിൽ നമുക്ക് ബി ഡാഷിന്റെ ലോക്കസ് കിട്ടും. 40 മേളിലാണ്. ബിയുടെ ലോക്കസ് എന്ന് പറയുന്നത് എവിടെയാണ്? 65 ആണോ? 65 അല്ലേ? 65 താഴെയാണ്. 65 താഴെയാണ്. അപ്പം ലൈനിന്റെ ലെങ്ത്, ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ 65 mm തന്നെയാണ് അവർ തന്നിരിക്കുന്നത്. അപ്പൊ 20 ഉണ്ട്, 25 ഉണ്ട്, അതുപോലെ തന്നെ 40 ഉണ്ട്, 65 ഉണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടി. അപ്പൊ ഒരു സൈഡിലെ ട്രൂ ലെങ്ത് നമുക്ക് കട്ട് ചെയ്യാമല്ലോ. നേരത്തെ പോലെ തന്നെ ഇവിടെ കുത്തിക്കൊണ്ട് നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. അപ്പൊ ഇവിടത്തെ ട്രൂ ലെങ്ത് നമുക്ക് കിട്ടുന്നു. അപ്പൊ അത് A'(B1' ആണ് കിട്ടുന്നത്, ട്രൂ ലെങ്ത് ആണ്. അപ്പൊ ഇവിടത്തെ ട്രൂ ലെങ്ത് എനിക്ക് കിട്ടിയാൽ ആ ട്രൂ ലെങ്തിനെ എനിക്ക് ഈ ലോക്കസിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ കുത്തിക്കൊണ്ട് എനിക്ക് ഇതിനെ കറക്കാം. എ എന്ന് പറയുന്ന പോയിന്റിൽ കുത്തിക്കൊണ്ട് കറക്കാം. അപ്പൊ എനിക്ക് എന്ത് കിട്ടുന്നു? AB എന്ന് പറയുന്ന വ്യൂ കിട്ടുന്നു. AB എന്ന് പറയുന്ന വ്യൂ കിട്ടുന്നു. അപ്പൊ AB എന്ന് പറയുന്ന വ്യൂ കിട്ടിയാൽ ഓൾറെഡി എനിക്കിവിടെ എൻഡ് പ്രൊജക്ടർ കിട്ടിയെന്നാണ് അർത്ഥം. അപ്പൊ എൻഡ് പ്രൊജക്ടർ ഇവിടെ വന്ന് ക്രോസ് ചെയ്യും. അപ്പൊ ഈ പോയിന്റുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ എന്ത് കിട്ടി? വ്യൂ കിട്ടി. ഇപ്പുറത്തെ സൈഡിലെ വ്യൂവും കിട്ടി. അപ്പൊ അങ്ങനെയാണോ അവർ വരച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടത്തെ ട്രൂ ലെങ്ത് കട്ട് ചെയ്യാം. ഇവിടത്തെ ട്രൂ ലെങ്ത് കട്ട് ചെയ്തതിന് ശേഷം അതിനെ ഈ ലോക്കസിലേക്ക് നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ കുത്തി നമുക്കിതിനെ ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യാം. മനസ്സിലായോ?